സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഒരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ ഇലസ്ട്രേഷൻ ചെയ്താലോ? അപ്പോൾ നമുക്ക് ചെല്ലാം പ്രോക്രിയേറ്റിലേക്ക്. അപ്പോൾ പ്രോക്രിയേറ്റിൽ പോയിട്ട് ഞാൻ ഈ കാണുന്ന ലേസൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ഇമേജ് വന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറേ ഇമേജസ് ഞാൻ റെഫറൻസ് നോക്കിയായിരുന്നു. അതിൽ നമുക്ക് ലൈക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് എപ്പോഴും എനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഹൈലൈറ്റിംഗ് ഒരു ഇമേജ് ദാറ്റ് ഈസ് ലൈക്ക് റിയലിസ്റ്റിക് അല്ല എന്നാൽ റിയലിസ്റ്റിക് ആണ്, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ജ്യൂസിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു, ഒരു റെഫറൻസ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഇത് ജിയോമെട്രിക് ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റൗണ്ട് തന്നെ ആ മുകളിലത്തെ റൗണ്ട് തന്നെ താഴത്തേക്ക് അതിൻ്റെ ആ സ്പേസിങ് അനുസരിച്ച് നമ്മൾ ആദ്യം വരയ്ക്കുക. എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ഗ്ലാസിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടും. ഇറ്റ്സ് എൻ ഈസി പ്രോസസ്സ് ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മിൻറ്റ് ലെമൺ അങ്ങനെ എന്തോ ഒരു ജ്യൂസാണെന്ന് തോന്നുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു ലെമണിൻ്റെ ഒരു ഇതൊക്കെ വരച്ചു, ഷെയ്ഡ് വരച്ചു. പിന്നെ ഒരു സ്ട്രോ അതിലിട്ടായിരുന്നു, അപ്പോൾ ആ സ്ട്രോയും വരച്ചു. സംഗതി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ നടുഭാഗത്ത് എംറ്റി ആയിട്ടുള്ള ഭാഗത്ത് കുറേ ഇഫക്ട്സ് ഉണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അതിൽ ഐസൊക്കെ ഉണ്ടായിരുന്നു. സോ ഐസിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു മിക്സ്ചർ വരണമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് മാക്സിമം ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ദിസ് ഈസ് ലൈക്ക് യു ക്യാൻ സീ. ഇത് ശരിക്കും പറയാൻ വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഇത് സ്ക്രീൻ റെക്കോർഡാണ്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഏത് ബ്രഷാണ് ഞാൻ എടുക്കുന്നത്, ഏത് സൈസാണ് ഞാൻ യൂസ് ചെയ്യണത്, എവിടെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യണത്, ഏത് കളറാണ് ഞാൻ എടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ലൈക്ക് വിത്ത് യുവർ ഓൺ ഐസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മറ്റത് ഞാൻ വെറും ഒരു ടൈം ലാപ്സ് വീഡിയോ മാത്രമേ കാണിക്കാറുള്ളൂ. ദിസ് ഈസ് ലൈക്ക് എ സ്ക്രീൻ റെക്കോർഡ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈക്ക് ഓൺ ദ സ്ക്രീൻ എന്താണ് സംഭവിക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഷെയ്ഡിങ് ഒക്കെ തുടങ്ങി. മാക്സിമം ഞാൻ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതായിരുന്നു അതിന് ഇഫക്റ്റ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഇഫക്റ്റ് ചെയ്തിട്ട് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, എല്ലാം കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് വര എവിടെയെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ ദാറ്റ് ബ്രിങ്സ് ഔട്ട് ദ ഹോൾ ഇമേജ്. ആ ഇമേജിന് ഭയങ്കര ഒരു ഇഫക്റ്റാണ്. അപ്പോൾ പിന്നെ അതിലൊരു മിൻറ്റ് ലീഫ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ മിൻറ്റ് ലീഫിനെയും ഞാൻ ഇത് ചെയ്തായിരുന്നു, മറ്റേ എന്താ പറയുക, നമ്മൾ അതിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെറിയതായിട്ടാണ് ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യണം. അതിൻ്റെ ഉള്ളിലാണ് അതിരിക്കണത്. അപ്പോൾ അതും ഇതേ ഒരു ഇതൊക്കെ ഗിമിക്ക് പോലെയാണ് ചെയ്യണത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അതേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് ഡാർക്ക്, താഴെ ലൈറ്റ് ഒരു ബ്ലൂ. ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു കളർ കോമ്പിനേഷൻ ഇസ് വെരി സ്ട്രൈക്കിംഗ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു വരയ്ക്കാൻ പറ്റിയൊരു ഇലസ്ട്രേഷനാണ്. സോ ഇതാണ് അതിൻ്റെ ആ ഒരു ഫൈനലായിട്ട് ഞാൻ അതിന് ഷെയ്ഡൊക്കെ കൊടുത്ത് ആൻഡ് എൻ്റെ സൈനും ഇട്ടു, നമ്മുടെ യു ഇട്ടു. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇമേജ്. ഈ ഇമേജ് ഞാൻ മിക്കവാറും ഞാനത് ഇലസ്ട്രേറ്റീവ് സ്റ്റിക്കേഴ്സിലേക്ക് ഞാൻ എടുക്കും. ആൻഡ് ആദ്യം ഞാൻ നോട്ട്ബുക്ക് ഡിസൈൻ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നോട്ട്ബുക്ക് ഡിസൈൻ മോക്കപ്പ് നിങ്ങൾ എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നെക്സ്റ്റ് അതാണ് കാണുന്നത്. ഫ്രണ്ട് കവർ പേജിൽ ഇങ്ങനെ വരും. ബാക്ക് കവർ പേജിൽ കുറച്ചും കൂടെ ഫോക്കസ് ആയിട്ടുള്ളതാണ് ബാക്ക് കവർ പേജിൽ വന്നത്. അതിൽ ഫ്രഷ് ജ്യൂസ് അറ്റ് ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ് എന്നൊരു ടെക്സ്റ്റും ഇട്ടിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടും ബാക്കും, നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടും ബാക്കും വന്നത്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് പേജിൽ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പ്രോക്രിയേറ്റിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് അത് ഞാനിട്ടു. ആൻഡ് ദെൻ ബാക്കിൽ എഗെയിൻ അത് മറ്റേൻ്റെ ഹാഫ് ഞാൻ ഉള്ളിൽ വെച്ചു. ഈ പ്രോക്രിയേറ്റിൻ്റെ ഇമേജ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓക്കെ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് പ്രോക്രിയേറ്റിലാണ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം.
So have a refreshing day today. Thank you for joining me into this good refreshing video.